ഹലോ. ടോമോഗക്വാൻ എന്ന സ്കൂളിൻ്റെ മുഖം ഏറെക്കാലത്തേക്ക് മ്ലാനമായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, യാസുവാക്കി ചാൻ എന്ന കുട്ടി തങ്ങളുടെ ഇടയിൽ നിന്ന് പോയി എന്ന സത്യം കുട്ടികൾക്കും സാറുമാർക്കും ഒന്നും അംഗീകരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കാൻ എന്നവണ്ണമാണ് നമ്മുടെ നാടക ഉത്സവം സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ടത്. ടോട്ടോ ചാൻ ആരോഗ്യവൽക്കം കൊണ്ടുവന്ന ക്ലാസ്സിലെല്ലാവരെയും, സ്കൂളിലെല്ലാവരെയും, അവൾക്കറിയാവുന്ന എല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ നടന്നുവെങ്കിലും യാസുവാക്കിയുടെ അഭാവം എല്ലാവരെയും ബാധിച്ചിരുന്നു. നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഇന്നത്തെ അധ്യായത്തിൻ്റെ പേര് വലുതാകുമ്പോൾ ആരാവണം. യാസുവാക്കി ചാൻ തങ്ങളുടെ ഇടയിലില്ല എന്ന സത്യം അംഗീകരിക്കാൻ കുട്ടികൾക്ക് അല്പം ഒരു ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും അവൻ്റെ ഇരിപ്പിടം ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു കുട്ടി കുറവാണല്ലോ എന്നറിയുമ്പോൾ, അയ്യോ എന്താ യാസുവാക്കി താമസിക്കുന്നത് എന്നൊരു ചിന്ത വരും. വന്ന നിമിഷത്തിൽ തന്നെ അയ്യോ ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ എന്ന യുക്തി വന്ന് അതിനെ മായ്ക്കുകയും ചെയ്യുമായിരുന്നു. അംഗസംഖ്യ കുറവുള്ള ക്ലാസ്സുകൾ പല കാര്യത്തിലും നല്ലതാണ്. എങ്കിലും ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ അംഗസംഖ്യ കുറവായത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ധാരാളം കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ഒരു കുട്ടിയുടെ അഭാവം നമ്മൾ അത്ര ശ്രദ്ധിക്കുകയില്ല. എന്നാൽ ആകെ 10 പേരുള്ള ഒരു ക്ലാസ്സിൽ ഒരാൾ ഇല്ലാതായാൽ അതൊരു വലിയൊരു വിടവ് തന്നെയാണ്. എന്തായാലും ഒരു പതിവ് ഡെസ്കും ബെഞ്ചും ഒക്കെ ടോമോഗക്വാൻ സ്കൂളിൽ ആർക്കും ഇല്ലാതിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം ഒരു സ്ഥിര സ്ഥാനമാകുമ്പോൾ അവിടം ഒഴിഞ്ഞു കിടക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. എന്നാൽ ഓരോ ദിവസവും ഓരോ ഇടത്തിരിക്കുക എന്ന ശീലമായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അല്പം ഒരു സമാധാനമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ടോട്ടോ ചാന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്, വലുതാകുമ്പോൾ ആരാവണം. വലുതാകുമ്പോൾ ആരാവണം എന്നതിനെക്കുറിച്ച് അവൾക്ക് എപ്പോഴും മാറി മറിയുന്ന അഭിപ്രായങ്ങളായിരുന്നു. അത് നമ്മളൊക്കെ പലവരും കണ്ടതാണ്. തീവണ്ടിയിലെ ടിക്കറ്റ് വാങ്ങിക്കുന്ന ആളെ കാണുമ്പോൾ അവൾക്ക് ടിക്കറ്റ് കളക്ടർ ആവണം, ഇനി മറ്റൊരിടത്താവുമ്പോൾ അവൾക്ക് മറ്റെന്തെങ്കിലും ബാലയ നർത്തകി ആവണം, അത് അരയന്ന പൊയ്ക ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ പല പല ആഗ്രഹങ്ങളായിരുന്നു ടോട്ടോയ്ക്ക്. എന്നാൽ ഇത്തവണ അവൾക്ക് എന്താവണം എന്ന ചിന്ത തലയിൽ കയറി പലതിനെക്കുറിച്ചും അവൾ ആലോചിക്കാൻ തുടങ്ങി. എന്താവണം എന്ന് ആദ്യം അവൾ ആലോചിച്ചു, ഒരു നേഴ്സ് ആവാം, കുറച്ചുകൂടി പെണ്ണത്തമുള്ള, നമ്മൾ സാധാരണ രീതിയിൽ എല്ലായിടത്തും കാണുന്ന എന്തെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിൽ ഇത്തിരി പെണ്ണത്തം ഉണ്ടാകുകയും വേണം. അങ്ങനെ അവൾ ഒരു നേഴ്സ് ആവാം എന്ന തീരുമാനത്തിലെത്തിയെങ്കിലും പെട്ടെന്നാണ് അവൾക്ക് അന്നൊരിക്കൽ സൈനികരെ കാണാൻ പോയ ആശുപത്രിയും പരിസരവും ഒക്കെ ഓർമ്മ വന്നത്. രക്തം, സൈനികർക്ക് മരുന്ന് കൊടുക്കുന്ന നേഴ്സുമാര്, ഇഞ്ചക്ഷൻ, ബാൻഡേജ് ഇടല്, ഇതൊക്കെ ആലോചന വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ആ ജോലി തനിക്ക് പറ്റിയതല്ല, വേണ്ടാന്ന് വെച്ചു. ഇനി എന്താവണം? അങ്ങനെ ആലോചിച്ച ഒരു ദിവസം രാവിലെയാണ് അവൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ആശയം കയറി വന്നതും ഉറപ്പിച്ചതും. മുമ്പൊരിക്കൽ അവൾക്ക് തോന്നിയിരുന്നത് തന്നെയാണ്, എങ്കിലും അത് എന്തുകൊണ്ടോ കുറച്ചു നാളായി മറന്നു കിടക്കുകയായിരുന്നു. അന്ന് രാവിലെ സ്കൂളിലെത്തി അവൾക്ക് ആദ്യം തന്നെ ഈ ആശയം ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. അങ്ങനെ അവൾ ക്ലാസ് റൂമിലെത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ തായ്ചാൻ പതിവ് പോലെ സ്കൂളിലെത്തിയ ശേഷം അവന്റെ പരീക്ഷണങ്ങൾക്കൊക്കെയായി ബർണർ തെളിയിക്കാൻ പോവുകയാണ്. ബർണറിന് തീ കൊളുത്തി അവന്റെ സ്ഥിരമുള്ള പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തായ്ചാൻ, ഞാനേ ചാരപ്പണിക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അവൾ വളരെ അഭിമാനപൂർവ്വം ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനം പറയുന്ന അതേ ഗൗരവത്തോടു കൂടി അറിയിച്ചു. തായ്ചാൻ തീനാളത്തിൽ നിന്ന് മുഖം തിരിച്ചിട്ട് ടോട്ടോയെ അടിമുടി ഒന്ന് നോക്കി. അവന്റെ കാഴ്ച അതിനുശേഷം ഒരു നിമിഷം പുറത്തേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു. ജാലകം കടന്ന് അവന്റെ കാഴ്ച പുറത്തേക്ക് പോയി. അവൻ ആലോചിക്കുകയായിരുന്നു. ടോട്ടോചാന്റെ നേരെ തിരിഞ്ഞ് ബുദ്ധിയും മുഴക്കവുമുള്ള, എന്നാൽ അതേസമയം ലളിതവും നേർത്തതുമായ അവന്റെ ശബ്ദത്തിൽ വളരെ സ്പഷ്ടമായി അവൻ മറുപടി പറഞ്ഞു, ചാരപ്പണിക്ക് പോണെങ്കിലേ ഒപ്പം തന്നെ സൂത്രപ്പണി പഠിക്കണം. അത് നിനക്കറിയോ? അതുമാത്രവുമല്ല, ഒന്നിലധികം ഭാഷകൾ, അനവധി ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സ്വായത്തമാക്കണം. ഇത് രണ്ടും ചാരപ്പണിക്ക് അത്യാവശ്യമാണ്. തായ്ചാൻ ഒന്ന് നിർത്തി. ഒരു നിശ്വാസത്തിന് ശേഷം നിസ്സങ്കോചം അവളുടെ മുഖത്തേക്ക് തറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു,
ചാരത്തിപ്പെണ്ണാണെങ്കിലേ നീ ഒരു അസല് സുന്ദരിയാവണം. തായ്ച്ചാന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് ദൃഷ്ടികൾ മെല്ലെ പിൻവലിച്ച് ടോട്ടോ താഴേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം തായ്ച്ചാൻ അവളോട് പറഞ്ഞത്, ടോട്ടോ, എനിക്ക് തോന്നണില്ല നിന്നെപ്പോലൊരു കിലുക്കാംപെട്ടിക്ക് ചാരപ്പണി ചേരുമെന്ന്. ആ പണി നിനക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ടോട്ടോച്ചാന്റെ വായടഞ്ഞു പോയിരുന്നു. തായ്ച്ചാൻ പറഞ്ഞതിൽ അവൾക്ക് അല്പം പോലും അവനോട് ദേഷ്യമോ ബുദ്ധിമുട്ടോ തോന്നിയില്ല. അവളുടെ മുഖം ഇരുണ്ടു. അത് തായ്ച്ചാൻ താൻ ചാരപ്പണിക്ക് പോകുന്നതിനെ എതിർത്ത് ചില വാദഗതികൾ പറഞ്ഞതുകൊണ്ടല്ല. തായ്ച്ചാൻ പറഞ്ഞത് സത്യമാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. അത് അവൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും പുതിയതായിട്ടില്ല. ഒരു ചാരപ്പണിനു വേണ്ട കഴിവുകളൊന്നും തന്നെ തനിക്കില്ല എന്ന സത്യം ടോട്ടോ മനസ്സിലാക്കിയിരുന്നു. തായ്ച്ചാൻ തന്നോട് ഇത് തുറന്നു പറഞ്ഞത് തന്നോടുള്ള വിരോധം കൊണ്ടല്ല, അവൻ വാസ്തവം പറഞ്ഞതാണ് എന്നും അവൾക്കറിയാമായിരുന്നു. ചാരപ്പണി എന്ന ആശയം ഉപേക്ഷിക്കേ നിവൃത്തിയുള്ളൂ. ഇതേക്കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചാലോ? പക്ഷേ അവള് ആലോചിച്ചു, സ്വയം പിറുപിറുത്തു. ബഹുവിശേഷം തന്നെ. ഒരേ പ്രായമായിരുന്നിട്ടും എനിക്കറിയാവുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ തായ്ച്ചാൻ അറിയാം. അപ്പോ ഇതേക്കുറിച്ച് അവനോട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവൾക്കൊരു സംശയം തോന്നി. താനൊരു ഫിസിക്സ് ഗവേഷകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം തായ്ച്ചാൻ ഇപ്പോൾ അവളോട് പറഞ്ഞാൽ അവൾ എന്തായിരിക്കും മറുപടി പറയുക എന്ന് ടോട്ടോ ഒന്നാലോചിച്ചു. അവൾ ചിലപ്പോൾ പറയും, ഉവ്വ് തായ്ച്ചാൻ നല്ലതാണ് കേട്ടോ, അസലാണ്. കാരണം നിനക്ക് തീപ്പെട്ടിക്കൊള്ളിയുണ്ട്, നന്നായി ബർണർ കത്തിക്കാൻ അറിയാം, നീ ഒറ്റ കൊളുത്തിൽ തന്നെ എപ്പോഴും തീ കത്താറുണ്ട്, നീ ഒരു ഫിസിക്സ് ഗവേഷകനാകാൻ പറ്റിയ ആളാണ്. അങ്ങനെ ഒരു മറുപടിയാണ് അവൾക്ക് പറയാൻ തോന്നുക. പക്ഷെ ആ മറുപടി എത്രത്തോളം വിഡ്ഢിത്തമാണ് എന്നുള്ളത് അവൾക്ക് ഒന്നാലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വിഡ്ഢിത്തം മാത്രമല്ല, തികഞ്ഞ കുട്ടിത്തം നിറഞ്ഞതായിരിക്കും ആ പ്രതികരണം. കിറ്റ്സുനേക്ക് ഇംഗ്ലീഷിൽ ഫോക്സ് എന്നാണെന്നും കുത്സുവിന് ഷൂസ് എന്നാണെന്നും ഒക്കെ അവൾക്കറിയാം. എന്നാൽ ഒരാൾ ഫിസിക്സ് ഗവേഷകനാവാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവൾക്ക് വാസ്തവത്തിൽ അറിയില്ല. എന്തായാലും ഒരു കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു, തായ്ച്ചാൻ ജനിച്ചത് തന്നെ ഒരു മഹാനാകാനാണ്. ഒരു മഹാനായ കണ്ടുപിടുത്തക്കാരൻ അവനായിത്തീരും എന്നതിൽ അവൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന നിയോഗവുമായി ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട തായ്ച്ചാനെ അവൾ ആദരപൂർവ്വം നോക്കി നിന്നു. ബർണറിന് മുകളിലെ ഫ്ലാസ്കിൽ രൂപം കൊള്ളുന്ന കുമിളകളെ സശ്രദ്ധം നിരീക്ഷിക്കുകയായിരുന്നു തായ്ച്ചാൻ. വളരെ മധുരമായ ശബ്ദത്തിൽ ടോട്ടോ അവനോട് പറഞ്ഞു, തായ്ച്ചാൻ, നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ചാരപ്പണി കിട്ടും എന്ന് തോന്നുന്നില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ള വാസ്തവമാണ് നീ എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം എനിക്കുറപ്പാണ്, നീ വളരെ പ്രധാനപ്പെട്ട ആരോ ആവും എന്നതിൽ ഒരു സംശയവുമില്ല. തായ്ച്ചാൻ തല ശക്തിയായി ചൊറിയുകയും എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്തു. അവനിതൊന്നും കേട്ടിട്ടില്ല. അവന്റെ ശ്രദ്ധ മുഴുവനും അവന്റെ മുമ്പിൽ തുറന്നു വച്ചിരുന്ന പുസ്തകത്തിലും അതിലെഴുതിയിരുന്ന വരികളിലുമായിരുന്നു. ഒരു ചാരനാകാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ തനിക്ക് എന്താവാനാണ് കഴിയുക? ടോട്ടോ വിസ്മയം പൂണ്ടു. തായ്ച്ചാന്റെ ചാരെ അവന്റെ ബർണറിന്റെ നീല വെളിച്ചത്തിലേക്ക് നോക്കി അവൾ നിശ്ചലയായി നിന്നു. കുട്ടികൾ എത്ര നിഷ്കളങ്കരാണ് അല്ലെ? വാസ്തവത്തിൽ ഈ ഒരു കാര്യമാണ് ടോമോ ഗക്വാനിൽ കുട്ടികൾ പഠിക്കുന്നതിൽ ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താണോ വാസ്തവം എന്ന് നമുക്ക് തോന്നുന്നത് അത് തുറന്നു പറയാനുള്ള ധൈര്യം, ആ കേൾക്കുന്നതിന് അല്പം അപ്രിയമായ സത്യമാണെങ്കിലും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ച് നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയുന്ന മനോഭാവം കേൾക്കുന്ന ആൾക്കും ഉണ്ടാവുക, അതൊരു വലിയ കാര്യമാണല്ലോ. ടോമോ ഗക്വാനിലെ ഒരു കുട്ടിയുടെ ആകസ്മികമായ വേർപാടുമായി കുട്ടികൾക്ക് അതുമായി പൊരുത്തപ്പെടാൻ ആവശ്യമായതുള്ളതെല്ലാം നമ്മുടെ കൊബായാഷി മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ അങ്ങനെ ഇത് ജീവിതത്തിലൊരു കാര്യമാണ് എന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോവുകയും ആ
നമ്മളുടെ അടുക്കൽ നിന്ന് വേർപെട്ട യാസുവാക്കി ചാന്റെ ശരീരം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു കൗൺസിലിംഗ് എന്നതുപോലെ തന്നെയാണ് സ്കൂളിൽ വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർ മുഴുകാനുള്ള കൂടുതൽ പ്രവൃത്തികൾ കൊബായാഷി മാസ്റ്റർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ടോട്ടോ ഉൾപ്പെടെയുള്ള കുട്ടികൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അവരുടെ ഉള്ളിൽ നിന്ന് യാസുവാക്കിയുടെ ഓർമ്മ ഒരു കാലത്തും പോയില്ല എങ്കിലും.